വെളിപ്പാട് 4:1-2. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇതുപോലെ ആത്മവിവശത അനുഭവിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ച് സംഭവിപ്പാനുള്ളത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് കർത്താവ് നൽകുന്ന ആ ദർശനങ്ങൾ പകർന്നു നൽകുവാൻ ഓരോരുത്തരെയും അന്ത്യകാല ഉണർവിനായി സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപ്പാട് 4:8. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധനായ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുമ്പോൾ നമ്മളിലും ആ പരിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പല ദൈവമക്കളിലും ദൈവദാസന്മാരിൽ പോലും ആ വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. വെളിപ്പാട് 4:10. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവിനെ ആരാധിക്കുവാൻ നമസ്കരിക്കുവാൻ ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും അതിനെ ഒരു പരിഹാസമായി, നിന്ദയായി അങ്ങനെ ആരാധിക്കുന്നവരെ മാറ്റി നിർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, അതിനെ ഒരു കുറവായി കണക്കാക്കുന്ന ഈ സമൂഹത്തിൽ നമുക്ക് കർത്താവിനെ ശക്തമായി ആരാധിക്കാം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും കർത്താവിൻ്റെ രാജ്യം വെളിപ്പെടുവാൻ കർത്താവ് അതിനായി അന്ത്യകാല ഉണർവിനായി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിനെ ആരാധിച്ച് ജീവിക്കുവാൻ ഐക്യതയോടെ ദൈവമക്കൾ ദൈവദാസന്മാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനെ കൂടുതൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ, അതിനായി ഒരുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പിൻനിരയിൽ നിൽക്കുന്ന അനേകരെ മുൻനിരയിൽ കൊണ്ടുവന്ന് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി അന്ത്യകാല ഉണർവിനായി നമുക്കൊരുങ്ങാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. ഒരുമിച്ച് കരം കോർക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.